സോ ഹായ് ഗായ്സ്, ഇന്നെന്താ സ്പെഷ്യൽ? ഇനി ഞാൻ സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന ഒരു തനി നാടൻ ചട്ടി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് റെസിപ്പി കൂടെ കേട്ടോ. അതായത് എൻ്റെ മുത്തശ്ശിമാരുടെയൊക്കെ ടൈമിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ചിക്കൻ കറിയുടെ കറക്റ്റ് റെസിപ്പിയാണിത്. അപ്പം ഞാൻ ഓർത്തു നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാവുന്ന. നാടൻ ചിക്കൻ കറിയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യാറുണ്ട്, എങ്കിലും ഇതിലെനിക്ക് എന്തോ ഒരു സ്പെഷ്യലായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പം ഈ റെസിപ്പി അറിയാത്തവർക്കൂടെ ഞാൻ ഓർത്തു ഒന്ന് ഷെയർ ചെയ്യാവുന്ന. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ഒരു വട്ടം ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു വട്ടം കൂടെ ഉണ്ടാക്കിയിരിക്കും, അത് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടാലോ? ഓക്കെ, കമോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഞാൻ ചിക്കൻ ഇവിടെ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഈ ഒരു കറി ചെയ്യുമ്പം ഇതുപോലെ ചിക്കൻ പീസസ് മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കറിക്ക് വേണ്ടി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് വേണം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ. നമ്മൾ വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇനി ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ മസാല നമുക്കൊന്ന് റെഡിയാക്കണം. അതിനായിട്ട് ഒരു ജാറിലേക്ക് ഒരു 5 ഗ്രാമ്പൂ, ഒരു 4 ഏലക്ക, പിന്നെ ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിൽ കറുവപ്പട്ട, പിന്നെ ഒരു സ്റ്റാർ, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക്, ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 1 ടീസ്പൂൺ കസ്കസ്, പിന്നെ ഒരു പീസ് ജാതിപത്രി. ഇതൊന്ന് ആദ്യം പൊടിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്തൊന്ന് അരയ്ക്കണം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മസാല ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ചട്ടി ആദ്യം അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് ലൈറ്റായിട്ട് കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്യാം. അടുത്തായിട്ടൊരു 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതൂടെ. ഇവിടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അല്ല ആഡ് ചെയ്യുന്നത്, ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ലൈറ്റായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഏകദേശം ഒരു 20 ചെറിയുള്ളി ഉണ്ട്, അതുകൂടെ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് അടുപ്പിച്ച് ചെറിയുള്ളി ഉണ്ട്. ഈ കറിയിൽ മാക്സിമം ചെറിയുള്ളി സ്കിപ്പ് ചെയ്യാതെ മസ്റ്റായിട്ടൊന്ന് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ചെറിയുള്ളി ഒന്ന് ലൈറ്റായിട്ട് വാടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 2 ചെറിയ സവോളയാണ്, അതുകൂടെ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ സൈസ് സവോളയാണ് നിങ്ങളുടെ ഇരിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 1.5 സവോള അരിഞ്ഞെടുത്താൽ മതി. ഇനി ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 3 തണ്ട് കറിവേപ്പിലയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. അതുപോലെ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈയിൽ വെക്കല്ല, ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പം വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഈ ഒരു കറിയിൽ നമ്മൾ ഗരം മസാലയുടെ പൗഡറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഈ ഫുൾ ഗരം മസാല ഇങ്ങനെ പച്ചയ്ക്ക് റോസ്റ്റ് ഒന്നും ചെയ്യാതെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും. ഇവിടെ നമ്മുടെ ഈ മസാല ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കണം. അതുപോലെ ഈ ഒരു ടൈമിൽ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോയിലാക്കണം. കാരണം ചട്ടി ആയതുകൊണ്ടല്ലേ പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിക്കും, അല്ലെ ഇതിൻ്റെ അടി അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോവും ചട്ടി ആയതുകൊണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ പീസസ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ചിക്കൻ പീസസ് ഈ മസാലയിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഇപ്പോൾ അതേ കോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ചട്ടി ആയതുകൊണ്ട് ചൂട് കൂടുതലായിരിക്കും, അപ്പോൾ പെട്ടെന്ന് അങ്ങ്
കറി ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. കുറച്ച് വെള്ളം ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും. നമ്മൾ നോർമൽ പാനിൽ ചെയ്യുന്നതിനെക്കാട്ടി ചട്ടിയിലാകുമ്പോൾ കുറച്ചുകൂടെ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ്. ഇനി നമുക്കിതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് ഇട്ടങ്ങ് ഇളക്കണ്ട, ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചപ്പം മാറ്റി വെച്ചിരുന്ന ആ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് ലൈറ്റായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഈ ഒരു മസാല ഇങ്ങനെ അരച്ച് ചേർക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കറിക്ക് ആ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലായിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അങ്ങ് ആഡ് ചെയ്യില്ല, ഇത്രേ ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഇത് ഈ കറിക്ക് ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റിലായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഈ ഒരു കറി ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആവട്ടോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമൻറ്റിൽ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറന്നു പോകല്ലേ. അതുപോലെ കൂടുതൽ റെസിപ്പിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.